സ്കൂളിൽ പരീക്ഷ വേഗം. ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഞമ്മക്കിന്ന് എന്താ ലീനുവിനെയും കൊണ്ട് അടുത്തിരിക്കണത് മദ്രസയിൽ പൊതുപരീക്ഷൻ്റെ റിസൾട്ടാണ്. അപ്പോൾ ഇതുവരെ നോക്കിയിട്ടില്ല. കുട്ടികളൊക്കെ ഇങ്ങനെ ഗ്രൂപ്പിൽ ഓലത് വിടുന്നുണ്ട്. പക്ഷേ നമ്മളത് ഇതുവരെ നോക്കിയിട്ടില്ല. ഞാൻ വീഡിയോ എടുക്കുക ലൈവ് എക്സ്പ്രഷൻ കിട്ടാനും വേണ്ടിയിട്ട്. എന്താവും? എന്താ എക്സ്പെക്റ്റേഷൻ? വലിയ പ്രതീക്ഷ ഒന്നും ഇല്ല കേട്ടോ. നല്ല ടഫേനി എന്നൊക്കെയാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് നോക്കാം. നല്ല ഇതാ തോന്നുന്നുണ്ട്, റഷാണ് തോന്നുന്നുണ്ട്. ഇതല്ലേ പറഞ്ഞേ? അല്ല എൻ്റെ ഇതോടെ ഹോൾ ടിക്കറ്റ് ഇവിടെ നമ്പർ എടുക്കാം. യൂണിഫോമൊക്കെ മാറ്റി നിൽക്കുകയാണ്. സ്കൂളിൽ പരീക്ഷയാണല്ലോ, ഇന്ന് ലാസ്റ്റ് പരീക്ഷ. അപ്പം അതിന് പോകാനും വേണ്ടിയിട്ട് യൂണിഫോമൊക്കെ മാറ്റി സെറ്റായി നിൽക്കുകയാണ്. ബസ്സിനാണ് പോകൽ. അപ്പോൾ എന്നാൽ അത് നോക്കിയിട്ട് പോകാറിനായിട്ട് മറ്റേ വരുന്നവരെ നിൽക്കണ്ടേ. സമസ്ത കേരള ഇസ്ലാം മത ടൈപ്പ് ഓഫ് എക്സാം ജനറൽ അല്ലേ? സെലക്ട് ടൈപ്പ് സ്കൂള് ആദിയ അൽബിർ ജനറൽ ഇക്കർ. സെലക്ട് ക്ലാസ് 7. മദ്രസ രജിസ്റ്റർ നമ്പർ ഡീറ്റെയിൽസ് 338. സബ്മിറ്റ്. ക്ലാസ് 7 സെൻറ്റർ നമ്പർ. ഇത് ഓരോ കുട്ടികളത് വരില്ലല്ല. അത് മദ്രസിൻ്റെ മൊത്തത്തിലാണല്ലോ ഒന്ന്. ഇതിൽ ചെറിയതൂടെ അത് അതിന്മേൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓരോരുത്തർക്ക് കിട്ടല. ഇപ്പം എന്താ സംഭവം? ഇതിങ്ങനെ ഇല്ല. മദ്രസ റിസൾട്ടാണിത്. പേജ് സ്റ്റുഡൻറ് റിസൾട്ട് അങ്ങനെ. സെലക്ട് ക്ലാസ്. എൻ്റെ രജിസ്റ്റർ നമ്പർ പറഞ്ഞാൽ രജിസ്റ്റർ നമ്പർ 39 42 5. 5 ഉള്ളൂ. സബ്മിറ്റ്. ഷജാ സി പി പോയി എന്ത്? ഞാൻ ഈ 80 കണ്ടപ്പോ പോയി. 80 കഴിഞ്ഞ പ്രാവശ്യത്തിന് മാർക്കുണ്ട്. ഡിസ്ട്രിക്ഷൻ ഞാനും പ്രതീക്ഷിച്ചിനി. ഷറായി. കഴിഞ്ഞ പ്രാവശ്യം എത്രയും 453 അറിയണേ. ഞാൻ നേരെ നോക്കിയ ഖുർആനിക്ക് പ്രാവശ്യം നല്ല മാർക്ക് കിട്ടിയോ. ഖുർആന് ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ പ്രാവശ്യം തന്നെ മാർക്ക് കുറഞ്ഞ്. മാഷാ അല്ലാഹ്. ടോട്ടല് 470 മാർക്ക് കിട്ടോ. പക്ഷേ USS എഴുതിന്. USS ആകെ പൊട്ടി പാളീസായിന്. അപ്പോൾ ആകെ പ്രതീക്ഷ ഇതേലും ഉണ്ടായിന്. USS എന്തായാലും പ്രതീക്ഷ ഇല്ല. ഇത് കാണുന്നുണ്ടോ? ഞാൻ സൈഡിൽ കൊടുക്കാം. നല്ല മാർക്കുണ്ട്. 98, 80, 97, 99, 96. 407 മാർക്ക് ടോട്ടല്. ഇവിടെ മതിയില്ലേ? സ്ക്രീൻഷോട്ട് വെക്കട്ടെ. കുട്ടികൾ അങ്ങനെ ചോദിക്കുന്നതാ റിസൾട്ട് എന്താണെന്ന് അറിയാൻ. ഗ്രൂപ്പിൽ ഇതിലുണ്ട്. കഴിഞ്ഞ് സമാധാനത്ത് പോയാലോ സ്കൂളത്തെ പരീക്ഷക്ക്? സ്കൂളിൽ നിന്റെ ക്ലാസ്സിൽ തന്നെ കുറെ കുട്ടികളുടെ 7ാം ക്ലാസ്സിൽ പൊതുപരീക്ഷ ചോദിച്ചു നോക്കണം. ഇന്നേതായാലും ലാസ്റ്റ് പരീക്ഷയാണല്ലോ. എല്ലാരും പറഞ്ഞിന് നോമ്പ് 17-നാണ്. പക്ഷെ ഇപ്പൊ 16 ആയിട്ടുള്ളൂ. നേരത്തെ വന്നു. 16 അല്ല, 15. 15. അത് നേരത്തെ തന്നെ റെഡി ആയിണ്ടാവും. ടോപ്ലസ് ഉണ്ടോന്നുണ്ടല്ലേ? ഹലോ. അപ്പോൾ മദ്രസ റിസൾട്ട് പറഞ്ഞിട്ട് 1-2 ദിവസങ്ങളായില്ലേ. ചില സാങ്കേതിക കാരണങ്ങളാൽ നമുക്ക് വീഡിയോ ഇടാൻ നേരം വൈകിയതാണ്. അപ്പോൾ റിസൾട്ടൊക്കെ അറിഞ്ഞ് എന്തായാലും ഒരുപാട് സന്തോഷമായി. അങ്ങനെ ഓലി എക്സാമിനൊക്കെ പോയി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നോമ്പ് തുറക്കുള്ള പരിപാടിയൊക്കെ നോക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും കുറച്ച് സമൂസൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഉള്ളിയും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്.
അപ്പോൾ നമ്മൾ ചോപ്പറിൽ ഇട്ടിട്ടൊക്കെ ചോപ്പ് ചെയ്യേണ്ടത്, പക്ഷെ അത് നല്ല പൊടിയായിട്ട് പൊടിഞ്ഞു പോകുക. അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായി കിടക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ കുറച്ച് ചിക്കൻ ഉണ്ടായിന്, അത് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ട് അത് ഫ്രൈ ആക്കാൻ വെച്ചാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഉരുളക്കിഴങ്ങ് അതും ഇതുപോലെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് പുഴുങ്ങിയിട്ട് കുത്തി അടക്കുകയൊക്കെ ചെയ്യല്ല, ഞാൻ അതിന് പകരം ഇങ്ങനെ ചെറുതായിട്ട് ഇതിൻ്റെ കൂട്ടത്തിലിട്ട് വാട്ടാനും വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അതാകുമ്പോൾ നമ്മൾ സമൂസൻ്റെ ഉള്ളിൽ നല്ല ഫില്ലായിട്ട് നിൽക്കും ചെയ്യും. പിന്നെ അങ്ങനെ കടിക്കുമ്പോൾ എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം. മറ്റേ എന്തോ ഒരു കുഴഞ്ഞ പോലെയാണ്. അതിലേക്ക് നമ്മൾ ചിക്കനൊക്കെ ഇടുമ്പോൾ ജസ്റ്റ് ആ ഫ്ലേവറേ കിട്ടുള്ളൂ, അത് പീസായിട്ട് കടിക്കാൻ കിട്ടില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ കുറച്ച് ചിക്കന് വിസിലടുപ്പിച്ച് വെച്ചിന് കുക്കറിൽ, അതൊന്ന് കറിയാക്കിയെടുക്കാനും വേണ്ടിയിട്ട് കുറച്ച് ഉള്ളിയൊക്കെ ഒന്ന് വാട്ടിയെടുക്കുകയാണ്. അപ്പോൾ ചിക്കന് ബാക്കിയുള്ള ഐറ്റംസ് ഒരുപാടൊക്കെ ചേർത്തിട്ട് കുക്കറിൽ വിസിലടുപ്പിച്ച് വെച്ചാണ്. പിന്നെ ജസ്റ്റ് ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് വാട്ടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പച്ചമുളക് അരിഞ്ഞതും കറിവേപ്പിൻ്റെ ഇലയും പിന്നെ കുറച്ച് ഗരം മസാലയും അതുപോലെ വലിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർക്കണുള്ളൂ. ബാക്കി ഫുള്ള് ചിക്കൻ കറിയിൽ ചേർത്ത് കൊടുത്താണ്. പിന്നെ കുറച്ച് തക്കാളിയും കൂടെ ലാസ്റ്റ് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വാട്ടി കൊടുക്കുക. അപ്പോൾ ചിക്കൻ കറീൻ്റെ റെസിപ്പി ഒന്നും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. അപ്പോൾ അതവിടെ ആവട്ടെ. അപ്പക്കിന് നമുക്ക് പൊരിച്ച് വെച്ച ചിക്കനൊക്കെ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ പിച്ചെടുക്കാം കേട്ടോ. ഒരു ഉള്ളി ഇവിടെ പിച്ചെടുത്ത് വേണ്ടിയില്ല, അത്യാവശ്യം വലിയ പീസായിട്ട് അതടക്കട്ടെ. അപ്പോൾ പിന്നെ നമ്മളെ കറിക്ക് വെച്ചിന് ഇതൊക്കെ ഒന്ന് നല്ലോണം വാടി. അതിന് കറിക്കുള്ള ഉള്ളി തക്കാളിയൊക്കെ വഴന്നതിന് ശേഷം നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ചിക്കൻ കറിക്ക് നമ്മൾ വെള്ളം നീട്ടുമ്പോൾ ഇതുപോലെ തിളച്ച വെള്ളം ഞാൻ കെറ്റിൽ നേരിട്ട് ഒഴിച്ചാണ് അങ്ങനെ ഒഴിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ എനിക്ക് തോന്നി ചിക്കനൊക്കെ ഒന്ന് കണ്ടപ്പം കുറച്ച് മുളകും മഞ്ഞൾപ്പൊടിയും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാമെന്ന്. അങ്ങനെ അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ വേവിച്ച് വെച്ചാൽ ചിക്കൻ എന്ന് പറയാനൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് എല്ലേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഇക്കാക്ക് ഇവിടെ നോമ്പ് തുറ ഉണ്ട് വേറൊരു സ്ഥലത്ത്, അപ്പോൾ അങ്ങോട്ട് പോയിക്കാണ്. ഞാനും കുട്ടികൾ തന്നെ ഉള്ളൂ, ഇതിന് നോമ്പെടുത്താണ്. അപ്പോൾ പിന്നെ ഇത്തിരി കറി മതി, പിന്നെ രാത്രിക്കും അത്താഴത്തിനൊന്നും ഈ കറിയൊന്നും കൂട്ടൂലല്ലോ. ഇനി സമൂസക്കുള്ള മസാല ഉണ്ടാക്കാം. അപ്പോൾ ഈ പൊരിച്ച ചട്ടിയിലാണ് ഞങ്ങൾക്ക് ഉണ്ടാക്കിയാലേ അതിൻ്റെ ഒരു സത്തും പുറത്തേക്ക് പോകാനില്ല. അതിന് പൊരിച്ചപ്പോൾ ഉണ്ടായതിന് കുറച്ചൊരു ഓയിലും ബാക്കിയുണ്ട്, അതിൽ തന്നെ അത് വാട്ടിയെടുക്കുകയും ചെയ്യാം ഉള്ളി ഇതൊക്കെ. എന്തായി ഒത്തിരി തേങ്ങ ഇറങ്ങാൻ ഏൽപ്പിച്ചിന് കഴിക്കറ്റിച്ചല്ലോ കേട്ടോ. അത് മതി, ആ ഒരു മുറിൻ്റെ പകുതി ഫുള്ള് ചേർക്കി അത് മതി. ഓട്ടെ തേങ്ങ മുറി കേട്ടെ. എലി കരണ്ടേരി കാട്ടി വെച്ചാണ് ഇത്. ഈ വക്കുമ്പോൾ കൂടെ ഇങ്ങനെ ചെറുക്കല വക്കും, അപ്പം കൈക്കറ്റണ കരുതണം. ഇനി ചെറുക്കണ്ട, ഇനി ചെറുക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. വക്ക് മാത്രം ആദ്യം ഇങ്ങനെ ചെറുകിയായിട്ട് അങ്ങനെയല്ല ഞാൻ കാട്ടിത്തരാം. ഞാൻ കാട്ടിത്തരാം. ഇനി ചേർക്കുമ്പോൾ ഇതിപ്പം ഇത് മതി, കുറച്ച് ചോറ് വെക്കാനല്ലേ. ഈ വക്കുമ്പോ കണ്ടോ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെയാണ് ചെറുക്കുക. എന്നിട്ട് ഈ വക്ക് ഇങ്ങനെ ഉള്ളിൽ കാർന്ന് പോണതനുസരിച്ച് ഇങ്ങനെ വട്ടത്തിൽ തിരിച്ചു കൊടുക്കുക. ഇല്ലേ, ലാസ്റ്റാണ് ഇവിടെ ഉള്ളിക്കൊക്കെ ചേർക്കല്. ഈ മുറി എനിക്ക് കിട്ടിയപ്പോൾ എങ്ങനെയാണ് ഇവിടെ നടുവിൽ മാത്രമല്ലേ തേങ്ങുള്ളൂ, ഇനി അങ്ങനെയാണ് ചേർക്കല്. ഇനി ചേർക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. പക്ഷേ ഈ വക്കുമ്പോൾ കൂടെ ഇങ്ങനെ ആക്കുമ്പോൾ പാലിയായിട്ട് കൈക്ക് വെച്ചിടാൻ നല്ല കരുതണം, നല്ല മൂർച്ച ഇതിന് നല്ലൊരു വിധം ചിരക്കൊക്കെ അങ്ങനെ നീക്കാരം. ഇതെടുത്തൊക്കെ മസാല അരച്ച് പോയത് ഇതിലൊക്കെ ഒന്ന് വാടി നിൽക്കും. ഇനിയൊക്കെ നമ്മൾ ചെറുതാക്കി അരിഞ്ഞ കേങ്ങും കരിവേപ്പിൻ്റെ അത്തോവും ഇഞ്ചിയും ഒക്കെ ഉണ്ടാവും കള്ളാതെ. അപ്പോൾ നമ്മളെ മസാല ഏകദേശം റെഡി ചെയ്യുന്നത്. ഇതിക്ക് ഇനി കറിയിട്ടൊന്നും ഇട്ട് കൊടുക്കണില്ല. ചിക്കൻ മസാല ഇവിടെ സ്റ്റോപ്പില്ല, അപ്പം കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടിയും ഇടണില്ല. കുട്ടികൾക്ക് എരിവ് ആവും വിചാരിച്ചിട്ട് അത് മതി. പിന്നെ മഞ്ഞൾപ്പൊടിയൊന്നും പ്രത്യേകം ഇനി വേറെ ഇടുന്നില്ല. ചിക്കനും കൂടി ഇട്ട് കൊടുത്ത സംഭവം സെറ്റായി. പിന്നെ ചൂടാറിയിട്ട് ചുറ്റി പൊരിച്ചാൽ മതി. ഇത് നല്ല ചീസൊക്കെ ഇട്ട് കൊടുക്കാനാണ് കേട്ടോ. നല്ല
രസമുണ്ടാകും. പൊരിച്ച് വരുമ്പോൾ ഇങ്ങനെ വലിഞ്ഞ് കിട്ടാൻ അങ്ങനത്തെ ഒക്കെ ഓരോ മോഡലൊക്കെ ഇപ്പം ഇങ്ങനെ കാണുന്നുണ്ട്. ഏതായാലും ഇപ്പം നമ്മളെ കയ്യിലില്ല, ഉണ്ടെങ്കിൽ ഉറപ്പിട്ട് കൊടുത്തൊക്കെ ഈ പെരുന്നാൾക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഷോപ്പിങ്ങിന് പോവുകയാണെങ്കിൽ ഒന്ന് വാങ്ങി ഒന്ന് പരീക്ഷിച്ച് നോക്കണം. പിന്നെ മയോണൈസൊക്കെ ഇട്ടിട്ട് ഷവർമ മോഡലിൽ അങ്ങനെ പല പല മോഡലും സമൂസ തന്നെ ചെയ്തെടുക്കുന്നത് കാണുന്നുണ്ട്. അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സാധനം ഇങ്ങനെ വേണം കയ്യിൽ. അപ്പോൾ ഏതായാലും അതവിടെ റെഡിയായി. കുറച്ചേരമാണെങ്കിൽ ഒന്നങ്ങോട്ട് കൂടെയൊക്കെ ഒന്ന് എത്താൻ കൂടി. അതിൻ്റെ ഇടയിൽ കൂടെ ചോറ് വെക്കാനുള്ള അരിയും ഉലുവയൊക്കെ കഴുകി കൊണ്ടുവന്നാണ്. ഇതിലേക്ക് കുറച്ച് ഉള്ളിയും തേങ്ങയൊക്കെ ഇട്ടിട്ട് അതുകൊണ്ട് കുക്കറിൽ അടച്ച് വെച്ചാൽ അത് അവിടെ കിടന്ന് ആയിക്കോളും. അപ്പം നോമ്പ് എന്നാലും ഇതുവരെ ഈ ഒരു ചോറ് ഉണ്ടാക്കി നോക്കിയിട്ടില്ല. അപ്പം ഇന്നിപ്പോൾ ഏതായാലും ഇപ്പോൾ ഒരു മീഡിയം വേവുള്ള അരിയാണ്. അതുകൊണ്ട് തന്നെ ഉള്ളിയൊക്കെ നേരത്തെ തന്നെ എല്ലിന് തൊലിച്ച് വെച്ചിനി. അത് ചെറിയ ഉള്ളി ഒന്നാണ്ട് അരിഞ്ഞിട്ട് കൊടുക്കുക. പിന്നെ ഉലുവയും നമ്മളെ അരിയും കൂടി നേരത്തെ തന്നെ വേവിച്ച് കൊണ്ടുവന്നാണ്. പിന്നെ ഓൾ ചേർക്കിയെടുത്ത തേങ്ങയും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് കുറച്ച് ഉപ്പിട്ടിട്ട് അതിലേക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് അതവിടെ ഗ്യാസ് വെക്കുക. അപ്പോൾ കുക്കറിലാവണോണ്ട് തന്നെ വലിയ ബേജാറില്ല. 2 വിസിലടിച്ച് ഓഫാക്കിയിട്ടാൽ പിന്നെ നമുക്ക് നോമ്പെറുക്കുമ്പോഴേക്കിന് സംഭവം പെട്ടെന്ന് സെറ്റാവും. അപ്പോൾ ഇക്കാക്ക് വലിയൊരു ഇഷ്ടമില്ല ഈ തേങ്ങ ചോറിനോട്. അതുകൊണ്ടാണ് ഉപ്പില്ലാത്ത ദിവസം നോക്കിയെടുത്ത് ഉണ്ടാക്കുന്നത് കേട്ടോ. അങ്ങനെ മെയിൻ ഫുഡിനുള്ള സംഭവങ്ങളൊക്കെ അവിടെ സെറ്റാക്കി വെച്ചതിന് ശേഷം കുറച്ച് കട്ട് ഫ്രൂട്ട്സൊക്കെ വേണമല്ലോ. അപ്പോൾ കുറച്ച് പൈനാപ്പിൾ ഉണ്ടായിനി, അത് കട്ട് ചെയ്ത് വെച്ചാണ്. പിന്നെ കുറച്ച് വത്തക്ക ഉണ്ട്, അതും കട്ട് ചെയ്യാണ്. അപ്പോഴേക്കിന് സമൂസക്കുള്ള മസാലയൊക്കെ ചൂടാറിയാണ്. അപ്പോൾ ഇനി ഇത് പെട്ടെന്ന് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സമൂസേൻ്റെ ഷീറ്റ് നോമ്പിൻ്റെ മുന്നേ വാങ്ങിയതിലുണ്ടായിനി. അതിന്ന് കുറച്ച് നേരത്തെ തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതിനി എത്ര എണ്ണത്തിന് ഉണ്ടാവും എന്നറിയില്ല. അപ്പോൾ അതിലൊന്ന് ചുറ്റി വെക്കാൻ വിചാരിച്ച്. പിന്നെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ നമ്മൾ ഈ ഒട്ടിച്ചെടുക്കണത്, ഇത് വെള്ളം വെച്ച് ഒട്ടിച്ചെടുക്കുക. ഞാൻ ഇപ്പോൾ നേരം റീലാണ് കേട്ടോ ഇത് കണ്ടത്. അല്ലെങ്കിൽ നമ്മൾ മൈദപ്പശയൊക്കെ വെച്ചായിട്ടല്ലേ ഒട്ടിക്കൽ. നല്ല സുഖമാണ് കേട്ടോ സംഭവം. നമ്മൾ പൊരിക്കുമ്പോൾ പറഞ്ഞു പോരുക അങ്ങനെയൊന്നും ചെയ്യണില്ല. വെറുതെ വെള്ളം ഒന്നെങ്കിൽ ആ ഷീറ്റ് ആ ഓല വെള്ളത്തിൽ മുക്കി ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ആ വെള്ളം തൊട്ട് അങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക. നല്ല ഈസി ആയിട്ട് ഒട്ടിക്കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുത്താൽ തണുപ്പ് വിട്ടിട്ടല്ലേ ഇതെന്തായാലും പൊതിയുള്ളൂ. അങ്ങനത്തെ ഓല നല്ലോണം കിട്ടുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ അതിൻ്റെ ആ ഉൾഭാഗം മടക്കണ ഭാഗം ഉണ്ടല്ലോ അവിടെയൊക്കെ ഒന്ന് വെള്ളം കൊണ്ട് ഒട്ടിച്ചെടുക്കും. അപ്പോൾ ഇതൊക്കെ ചുറ്റിയെടുത്ത് നമുക്കൊരു 12-13 പോലും കിട്ടിയും കേട്ടോ. ഇതൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാം. ആ തിരുമ്പിയത് അലിമന്ന് എടുത്തേക്കിട്ടാ അടുത്തൊക്കെ കൊടുത്തിട്ടാവൂലേ. അപ്പോൾ സമൂസൊക്കെ അടിപൊളിയായിട്ട് തന്നെ വറുത്ത് കോരിയാണ്. ഇതിൻ്റെ ഓലൊക്കെ അധികം വേവൊന്നും ഉണ്ടാവില്ലല്ലോ. പിന്നെ അത് ഈ ഒരു കളറിലേ കിട്ടണുള്ളൂ കേട്ടോ. എനിക്കൊന്നും കൂടെ ഡാർക്കായി കിട്ടണതാണ് ഇഷ്ടം. എന്തായാലും എല്ലാം വറുത്ത് കോരി വെച്ചാണ്. ഇപ്പോൾ കാക്കുള്ളവിടെ മാറ്റി വെക്കാമെന്നൊക്കെ വിചാരിച്ച്. നല്ല ചൂടല്ലേ. പിന്നെ അതാ നമ്മൾ പൈനാപ്പിൾ കട്ട് ചെയ്തതിൽ അതിൻ്റെ ആ സെൻറ്റർ പീസ് മാത്രമാണ് കട്ടിങ് ഫ്രൂട്ട്സൊക്കെ വെച്ചത്. അതിൻ്റെ 2 അറ്റ ഉണ്ടാവുമല്ലോ അതവിടെ മാറ്റി വെച്ചാണ്. അത് വെച്ചിട്ടുള്ളൊരു ലൈമാണ് കേട്ടോ ഉണ്ടാക്കണത്. ഇതൊരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ സാധാരണ ലൈം അടിക്കണാട്ടിയും അതിക്ക് എന്തെങ്കിലും ഒരു കട്ട് ഫ്രൂട്ട്സോ ചെറിയ എന്തെങ്കിലും ഫ്ലേവർ ആഡ് ചെയ്ത് കൊടുത്താൽ അതിന് വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു പൈനാപ്പിളും അതിക്ക് ഇതാ ഒരു 1/2 മുറി ലെമൺ ചേർത്തിട്ടുള്ളൂ, അതും ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ നമുക്ക് നോമ്പെറുക്കണ നേരത്ത് കുറേ കട്ടിയുള്ള തിക്കായിട്ടുള്ള ഷേക്ക് പോലെയുള്ള സംഭവങ്ങളൊന്നും അല്ലല്ലോ ഇപ്പോൾ ആവശ്യം. ഒരുപാട് വെള്ളം കുടിക്കണം എന്നുള്ളതല്ലേ. അപ്പോൾ അവർ കട്ട് ചെയ്ത് വെച്ച പൈനാപ്പിളും ലെമൺ ജ്യൂസും പഞ്ചസാരയും കൂട്ടി അധികം വെള്ളം ചേർക്കാതെ നന്നായിട്ട് അരിച്ചെടുത്ത് അതിൻ്റെ ശേഷം കൂടുതൽ വെള്ളം ചേർത്തായിട്ട് ഒന്നങ്ങോട്ട് പൾസ് ചെയ്തെടുത്തായിട്ട് അരിച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ ഇതിൽ കറിയായിട്ടൊന്നും പോകാണ്ടാവില്ല. അപ്പോഴൊക്കെ നന്നായിട്ട് തന്നെ അരിഞ്ഞ് കിട്ടിയാണ്. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് കസ്കസ് ഒന്ന് കുതിർത്താൻ വെച്ചിനി, അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കണ്ടില്ലേ ചണ്ടിയായിട്ടൊന്നുമില്ല കേട്ടോ. ആ ഒരു കസ്കസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ കസ്കസ് നമുക്ക് നല്ലൊരു തണുപ്പൊക്കെ കിട്ടാനും നല്ലതാണല്ലോ. അപ്പോൾ അതും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നമ്മൾ ഒക്കെ സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ബാങ്ക് കൊടുക്കുമ്പോഴേക്കിനൊക്കെ റെഡിയായി. ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഐറ്റംസ്. പിന്നെ തേങ്ങാച്ചോറും നല്ല ചിക്കൻ മുളക് ഇട്ടതും അതുമുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനാരും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തട്ടോ. അപ്പോൾ അതാ നമ്മളെ സമൂസ, ഫ്രൂട്ട്സ്, ജ്യൂസ് ആദ്യത്തെ ട്രിപ്പ് ഇവിടെ റെഡി ചെയ്യണേ.
എന്താ ഉറങ്ങി നന്നായിട്ട് കുയിന്തായിട്ടിരിക്കണേ തിന്നാ തിന്നോളിട്ടാ ചിരിക്കാം